എല്ലാവർക്കും PSC ഷോർട്ട് കട്ട്സിലേക്ക് സ്വാഗതം. ദിവസവും പഠിക്കാം, അല്പം മുൻപോട്ട് പോകാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും ചെറിയ ഭാഗമാണ് പ്രിയാമ്പിൾ. പക്ഷേ അതിനുള്ളിലെ അർത്ഥം വളരെ വലുതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഭാഗമാണ് ഇത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ആമുഖത്തിൻ്റെ ഉറവിടം, കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങളും ഭാഷയും, ആമുഖത്തിൻ്റെ ആരംഭം, പ്രധാന വാക്കുകളും അവയുടെ ക്രമവും, 42ാം ഭരണഘടനാ ഭേദഗതി, പ്രധാന കോടതി വിധികളും വിശേഷണങ്ങളുമാണ്. ആമുഖത്തിൻ്റെ ഉറവിടം അഥവാ സോഴ്സ് ഓഫ് ദ പ്രിയാമ്പിൾ. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടന നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി മാറിയത്. ഇത് അംഗീകരിച്ച തീയതി 1947 ജാനുവരി 22-നാണ്. ഭരണഘടനയ്ക്കൊരു ആമുഖം വേണമെന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ലോകത്ത് ആദ്യമായി ഭരണഘടനയ്ക്ക് ആമുഖം നിർമ്മിച്ച രാജ്യവും അമേരിക്കയാണ്. ആമുഖത്തിൻ്റെ ശൈലിയും അതിൻ്റെ ഭാഷയും കടം കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയും അമേരിക്കൻ ഭരണഘടനയാണ്. ആമുഖത്തിൻ്റെ ആരംഭം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ നിന്നും ഇന്ത്യയിൽ അന്തിമ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് ഈ വരികൾ വ്യക്തമാക്കുന്നു. ആമുഖത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളെന്നാൽ സോവറൈൻ, സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. സോവറൈൻ എന്നാൽ പരമാധികാരം, സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്നാൽ സമത്വവും എല്ലാ മതങ്ങൾക്കും ഒരേ പരിഗണനയും, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണാധികാരിയും തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുമാകുന്നു. ആമുഖത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റിയാണ്. ജസ്റ്റിസ് എന്നത് റഷ്യയിൽ നിന്നും, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നത് ഫ്രാൻസിൽ നിന്നും എടുത്ത ആശയങ്ങളാണ്. ഫ്രട്ടേണിറ്റിയിൽ 1976 42ാം ഭേദഗതി പ്രകാരം യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്നുള്ളൊരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു. ആമുഖം ഇതുവരെ ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 1976 42ാം ഭേദഗതി പ്രകാരമാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ആണ് ഈ ഭേദഗതി നടക്കുന്നത്. ഇതുവഴി സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ 3 പുതിയ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് പൽക്കിവാല പൽക്കിവാലയും, ഭരണഘടന ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയും, ഭരണഘടനയുടെ താക്കോൽ കീ ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാക്കറുമാണ്. ആമുഖവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധികളിൽ 1960 ബിറുബാരി യൂണിയൻ കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്നും 1973 കേശവാനന്ദ ഭാരതി കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താതെ ഇതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷം 1949 നവംബർ 26. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി അഥവാ സോഷ്യലിസ്റ്റ്, മതേതര, സമഗ്രത. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായോ? ആമുഖം എന്ന ഭാഗത്തേക്ക് എൻ്റെ ഈ ചെറിയ ക്ലാസ് നിങ്ങൾക്കൊരു റിവിഷനായി ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി കൊടുക്കണേ.